ലോകമെമ്പാടും പലതരം ക്രിസ്ത്യാനിറ്റി ആചരിക്കപ്പെടുന്നു. കാത്തലിക്, ഈസ്റ്റേൺ ഓർത്തഡോക്സി, പ്രൊട്ടസ്റ്റന്റിസം, റിസ്റ്റോറേഷനിസം, ഓറിയന്റൽ ഓർത്തഡോക്സി, സിറിയൻ ക്രിസ്ത്യാനിറ്റി, കോപ്റ്റിക്, റോമൻ, ലാറ്റിൻ, അങ്ങനെ വലിയൊരു വിഭാഗം തങ്ങളുടെ ആധ്യാത്മിക നേതാവായി കാണുന്നത് പോപ്പിനെയാണ്. എന്നാൽ ഇംഗ്ലണ്ടിൽ ഹെഡ് ഓഫ് ചർച്ച് എന്ന് പറയുന്നത് അവിടുത്തെ രാജാവാണ്. ഈ മാറ്റം വന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. യാഥാസ്ഥികനായ ഹെൻറി 8 ഭരിച്ചിരുന്ന സമയം, അതായത് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത് പോലും മതനിന്ദയും നിയമലംഘനവുമായിരുന്ന കാലം. ഹെൻറി 8 തന്റെ സഹോദരന്റെ വിധവയായ കാതറിനെ വിവാഹം ചെയ്യുന്നു. ഈ ദാമ്പത്യത്തിൽ കുറെ കാലത്തേക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. കുറെ കാലം കഴിഞ്ഞ് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നു. എന്നാൽ തനിക്കൊരു ആൺകുട്ടി അനന്തരാവകാശിയായി കിട്ടാത്തതിൽ ആ കല്യാണം റദ്ദാക്കാൻ അദ്ദേഹം പോപ്പിനോട് അപേക്ഷിച്ചു. കാരണം ഇതൊരു ദൈവത്തിന്റെ ശിക്ഷയായി അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ഒരു വിവാഹം ഒരാളുടെ ജീവിതകാലത്തേക്കുടനീളമാണെന്ന വിശ്വാസത്തിൽ പോപ്പ് ഉറച്ചു നിന്നു. അന്ന് ഡിവോഴ്സ് എന്നത് മതനിയമത്തിനെതിരായിരുന്നു. എന്നാൽ ഒരു ആൺകുഞ്ഞിനെ ആഗ്രഹിച്ച ഹെൻറി 8 അടുത്ത കല്യാണം കഴിച്ച് അനന്തരാവകാശിയെ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. അദ്ദേഹം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലപ്പത്ത് തന്നെ അവരോധിച്ചു. ഇതിന് ഇംഗ്ലീഷ് റിഫോർമേഷൻ എന്നും പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം കൂടുതൽ അധികാരങ്ങൾ നേടി. 2ാം വിവാഹത്തിലും അദ്ദേഹത്തിനൊരു പെൺകുഞ്ഞ് തന്നെയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് 6 കല്യാണം കഴിച്ച അദ്ദേഹത്തിന് 2 ആൺസന്തതികളാണ് ഉണ്ടായത്. എന്നാൽ അതിലൊരാൾ മാത്രമേ ദീർഘായുസ്സായി ജീവിച്ചുള്ളൂ. 2 ഭാര്യമാരെ അദ്ദേഹം കൊല്ലുകയാണ് ഉണ്ടായത്, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച്. ഇതൊക്കെയായിട്ടും 2ാം വിവാഹത്തിലെ മകൾ എലിസബത്ത് 1 ആണ് പിന്നീട് ലോകമെമ്പാടും അറിയപ്പെട്ട ദ വിർജിൻ ക്വീൻ എന്നറിയപ്പെട്ട രാജ്ഞിയായി ഇംഗ്ലണ്ട് ഭരിച്ചത്.